ഇപ്പോഴിതാ ഇന്തോനേഷ്യയെ പിടിച്ചു കുലുക്കിക്കൊണ്ടൊരു വമ്പൻ ദുരന്തം വന്നിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലെ ഫ്ലോറൻസ് ദ്വീപിന്റെ തീരത്ത് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഇതുവരെ 38 പേരാണ് മരിച്ചിരിക്കുന്നത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് പ്രാദേശിക സമയം രാവിലെ 5:58 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം രേഖപ്പെടുത്തിയത്. കിഴക്കൻ നുസ ടെങ്കാര പ്രവിശ്യയിലെ ആൻഡെ നഗരത്തിന് 68 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അതിന്റെ പ്രഭവ കേന്ദ്രം. പ്രാരംഭ ഭൂകമ്പത്തിന് ശേഷം നിരവധി തുടർ ചലനങ്ങളാണ് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിംഗ, മങ്കാറൈ, കിഴക്കൻ മങ്കാറൈ തുടങ്ങിയ ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ 38 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി മേധാവി പറഞ്ഞു. മങ്കാറയിലെ റിയോക്ക് ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 16 പേരും ഇതിൽ ഉൾപ്പെടുന്നു. ഭൂചലനം വളരെ ശക്തമായതിനാൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്നു. ആൻഡ്രെ പ്രദേശത്ത് മണ്ണിടിച്ചിലിൽ ലാംബുവാൻ ബാജോ മുതൽ ലാറൻഡുഗ വരെ നീളുന്ന ട്രാൻസ് ഫ്ലോറൻസ് ഹൈവേയും അടച്ചിട്ടതായി കിഴക്കൻ ന്യൂസ തെങ്കാര പോലീസ് മേധാവി റൂഡി ഡാർമാർക്കോ പറയുന്നു. കൂടാതെ വൈദ്യുത തടസ്സങ്ങളും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ 2000 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടും ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.